ഹലോ ഗൈസ്, ജെഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അറിയാം അല്ലേ. അതായത് യൂട്യൂബ് പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. ഇപ്പോൾ നമുക്ക് വെറുതെ വീഡിയോസിന് മാത്രമല്ല, യൂട്യൂബിനകത്ത് വീഡിയോസ് മാത്രമാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഫോട്ടോസും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ്, വീഡിയോനേക്കാളും കൂടുതൽ ഏണിങ്സ് നമുക്ക് ഫോട്ടോസ് കൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വരുമാനം കിട്ടുന്നൊരു ഈ ആപ്ലിക്കേഷനായ ഫേസ്ബുക്ക് മാറിയ സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനാവും. അതായത് ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആൻസേഴ്സിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വെരിഫിക്കേഷൻ പ്രോബ്ലം, എന്ത് പ്രശ്നമാണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനാവും. കാരണം എല്ലാവർക്കും, അതായത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരേ രീതിയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂട്യൂബിൻ്റെ അകത്തുണ്ടാവും. പക്ഷേ ഫേസ്ബുക്കിൻ്റെ അകത്ത് അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങളാണ്. ഓരോ യൂട്യൂബേഴ്സിനും ഓരോ രീതിയിലാണ് ഫേസ്ബുക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിച്ചെടുക്കാനാവും. അതായത് കൂടുതലായി ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടായി ഈ ഒരു പ്രശ്നം. അവരുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ആകാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. ഇവിടെ കാണിക്കുന്ന പോലെ ഓരോരോ ഇഷ്യൂസ് ഇങ്ങനെ കാണിക്കും ഫേസ്ബുക്കിൻ്റെ. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും ഈ ടെക്കുകാരെ ഇങ്ങനെ അപേക്ഷിച്ച് അവർക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കയറി ചെയ്യണമെന്നില്ല. അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനാണ് നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് സപ്പോർട്ട് എന്ന ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എന്തൊക്കെ വയലേഷൻ ഉണ്ടോ, നമുക്ക് ഏതൊക്കെ വീഡിയോയ്ക്ക് നമുക്ക് വയലേഷൻ വന്ന് കിടപ്പുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും. ആ വയലേഷൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പല രീതിയിൽ നമുക്കത് ഒഴിവാക്കാം. ഒന്നെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാനാവും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് എന്ന ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാ 3 രീതിയിലാണ് നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു റവന്യൂ ഷെയർ, കോപ്പറേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഷെയറിങ് കൊടുത്തിട്ട് നമുക്ക് ഒഴിവാക്കാനാവും. അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിൽ ഒഴിവാക്കാനാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കിടക്കുന്നതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആകാതിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടാലും ഈ ഒരു സംഭവങ്ങൾ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ പ്രോസസ്സ് നടക്കൂല. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ചെയ്തു വെക്കുക. ഞാൻ കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡ്സ് ആയി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്യുക. ഗൈസ്, നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് കാണിക്കും. ഓക്കെ, ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ കാണിക്കും സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കാം അല്ലേ. ആ ടൂൾസ് എന്ന് എഴുതി അതർ എന്ന് വേണ്ടില്ലേ സപ്പോർട്ട്, ആ സപ്പോർട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും റിപ്പോർട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ സപ്പോർട്ട് ഇൻബോക്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സപ്പോർട്ട് ഇൻബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് അബൌട്ട് അതേഴ്സ് യുവർ അലേർട്ട് എന്ന് പറഞ്ഞ സംഭവം കാണിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെയാണോ പ്രോബ്ലംസ് ഇപ്പം ഇഷ്യൂ ആയിട്ടുള്ളത് അതിൻ്റെ യുവർ അലേർട്ട് എന്ന ഓപ്ഷനോടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന ഒരുപാട് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വീഡിയോനെ അവിടെ കണ്ടത് ന്യൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കിടക്കുന്നുണ്ടോ. അത് 26 ഒക്ടോബറിന് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ന്യൂ അപ്ഡേറ്റ് നടത്തി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഈ ഒരു വീഡിയോൻ്റെ സംഭവം ഇവിടെ സി ഡീറ്റെയിൽസ് കാണിക്കുക. സി ഡീറ്റെയിൽസ് അടിക്കുന്ന സമയത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു യൂസ് ലൈസൻസ്ഡ് മ്യൂസിക് ഇവിടെ സംഭവിച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് ആണ്. നമ്മൾ പുറത്തുനിന്നുള്ള മ്യൂസിക് എടുത്തിട്ട് ആഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് അവിടെ കാണിച്ചേക്കുന്നത്. പുറത്തുനിന്നുള്ള ഫേസ്ബുക്കിൽ തന്നെയാണ് മ്യൂസിക് എടുത്തേക്കുന്നത്, പക്ഷേ അതിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂ ഓപ്ഷൻ അടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണ് വന്നേക്കുന്നത്. ഒന്ന് റിമൂവ് വീഡിയോ, നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം. പിന്നെ സബ്മിറ്റ് ഡിസ്പ്യൂട്ട്. ഓക്കെ, നമുക്ക് ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അത് പരിഹരിക്കാനാവും. പിന്നെ അക്സെപ്റ്റ് റവന്യൂ ഷെയർ. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ റവന്യൂ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് ഓണറിനും കൂടെ ഷെയർ ചെയ്തിട്ട് നമുക്കിത് പരിഹരിക്കാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ അക്സെപ്റ്റ് റവന്യൂ ഷെയർ കൊടുക്കുകയാണ്. കാരണം നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, അപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഹിയർ വാട്ട് ഇസ് ദിസ് മീൻസ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യുവർ വീഡിയോ വിൽ റിമെയിൻ ലൈവ് വിത്ത് റവന്യൂ ഷെയറിംഗ് ഇൻ പ്ലേസ് ആൻഡ് യുവർ പേജ് പ്രൊഫൈൽ ആൻഡ് യുവർ എബിലിറ്റി ടു മോണിറ്റൈസ് വിൽ അതർവൈസ് നോട്ട് ബി എഫക്റ്റഡ്. ഇത് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ അക്സെപ്റ്റ് കൊടുക്കുന്നു. അക്സെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രശ്നം യുവർ അക്സെപ്റ്റഡ് ദ വീഡിയോ അപ്ഡേറ്റ്, അതായത് ഒരു ആഡ് റവന്യൂ ഷെയറിംഗ് വിൽ കണ്ടിന്യൂ വിത്ത് അപ്ലൈഡ് ടു യുവർ വീഡിയോ. അപ്പോൾ ഇത് ഓൾറെഡി മോണിറ്റൈസേഷനാണ്. ഈ വീഡിയോ മോണിറ്റൈസേഷൻ ഓഫായി കിടക്കണം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷനോടെ ഒന്നും കൂടെ വന്ന് കിടപ്പുണ്ട്, അതും കൂടെ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, സി ഡീറ്റെയിൽസ് അടിക്കുന്നു. കണ്ടോ,
ഇവിടെ വന്ന് മൾട്ടിപ്പിൾ റൈറ്റ്സ് ഓണർ റിക്വസ്റ്റഡ് ചേഞ്ച് ടു യുവർ വീഡിയോ ബിക്കോസ് ദർ മ്യൂസിക് വാസ് ഡിറ്റക്റ്റഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മ്യൂസിക് ഉപയോഗിച്ചാണ് എല്ലാത്തിനും പ്രശ്നം. കണ്ടിന്യൂ അടിക്കുന്നു, കണ്ടിന്യൂ. അതിനുശേഷം ഇവിടെ നമ്മൾ അക്സെപ്റ്റ് റവന്യൂ ഷെയറിങ് കൊടുക്കുന്നു. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, അത് നേരത്തെ പോലെ തന്നെ വന്നു. പിന്നെ അക്സെപ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി, ഐ യു അക്സെപ്റ്റഡ് ദ അപ്ഡേറ്റ്. ഇപ്പം നമ്മുടെ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പോലും വന്ന് കിടക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ മോണിറ്റൈസേഷൻ ആയ ഇതാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായി പോകണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനം പറയുന്നത്, വീഡിയോ ഉപകാരപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. മോള് പുറത്ത്, ഞാൻ കാറിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മോള് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഞാൻ സൗണ്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് കാറിനകത്ത് കയറിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് യൂട്യൂബ് പോലെ തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. അപ്പോൾ നിങ്ങളത് വിനിയോഗിക്കണം. നിങ്ങളുടെ ചെറിയ മൈന്യൂട്ടായുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരുമാനം കയറാണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടും. ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.